എടി നമ്മളെല്ലാരും സിനിമ കാണാൻ വന്നിട്ട് നീ വരുന്നാ? ഇല്ലടി വരുന്നില്ല. ഹലോ അമ്മേന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലോട്ട് കുറച്ച് പൈസ അയച്ചു തരുമോ? അല്ലമ്മ കുറച്ച് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും. ഓ ശരി. എടാ ഞാൻ കുറച്ച് ദിവസമായി ഒരു കൊച്ചിനെ ശ്രദ്ധിക്കുന്നു. അവനൊരുമാതിരി വിഷമിച്ച പോലെയൊക്കെ പോകുന്നു. എപ്പോഴും ഞാൻ കാണാറുണ്ട്. ഇവിടുത്തെ കോളേജിൽ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതാ വരുന്നു, ഞാൻ നോക്കിയിട്ട് വരാം. അതെ ആരാ? മോളി കോളേജിൽ പഠിക്കുന്നതല്ലേ? ഞാൻ ഇവിടെ കേട്ടോ പഠിച്ചത്. സൈക്കോളജിയാണ് ഞാൻ പഠിച്ചത്. മോളെ ഞാൻ 5 ദിവസം കൊണ്ട് കാണുന്നല്ലോ. ഒരുപാട് വിഷമിച്ചാണല്ലോ നടക്കുന്നത്. എന്ത് പറ്റി? ഞാൻ ഇപ്പൊ കൗൺസിലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിന്നെ കണ്ടപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിനക്ക് എന്താ വിഷമം ചേച്ചിയെടുത്ത് പറ. അച്ചടാ, അതിനാണെന്ന് വിഷമിച്ചിരുന്നത്. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. അതെ ചേച്ചി, എനിക്കൊരു ജോലി വേണം. എനിക്ക് എൻ്റെ ഇഷ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടിയേ പറ്റൂ. അതിന് നീ ഹോസ്റ്റലിൽ നിന്നാണോ പഠിക്കുന്നത്? ചേച്ചി, ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഈ കോളേജ് കഴിഞ്ഞുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കോളേജ് പൊക്കോണ്ട് തന്നെ എന്തെങ്കിലും ഒരു ജോലി സെറ്റായ കൊള്ളാമെന്നുണ്ട്. നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി നോക്കട്ടെ കേട്ടോ. നാളെ കോളേജ് കഴിയുമ്പോൾ തൈ ഇവിടെ വാ. ചേച്ചി വരാം. ഹലോ, ഇവിടെ പ്രതീക്ഷ, നീ എവിടാ? എടാ നീ ഇങ്ങോട്ട് വാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഞാൻ കോളേജിന്റെ അടുത്തുള്ള നമ്മൾ സ്ഥിരം മീറ്റ് ചെയ്യാനുള്ള സ്ഥലത്തുണ്ട്. നീ വേഗം വാ, ഒരു അത്യാവശ്യ കാര്യം. ഈ ചേച്ചിയെ കാണുന്നില്ലല്ലോ. എന്താ നീ വീട്ടിൽ പോണില്ലേ? ഇല്ലടി, എനിക്കൊരു ചേച്ചിയെ കാണാനുണ്ട്. ചേച്ചി ഇനി വരുമെന്ന് തോന്നുന്നില്ല. മോളെ, ചേച്ചി ഇതെവിടായിരുന്നു? ഞാൻ എത്ര നേരമുള്ള കാത്തിരിക്കുന്നു. ഞാൻ ഇവിടെ നേരത്തെ വന്നായിരുന്നു. നിന്നെ കണ്ടില്ല. അങ്ങനെ നീ കുറച്ച് വർക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ ചേച്ചി, എന്തായി ജോലിയുടെ കാര്യം? അത് പറയാനാ ഞാൻ നിന്നെ വരാൻ പറഞ്ഞേ. നമുക്ക് അങ്ങോട്ടൊന്ന് സംസാരിക്കാം. ഇവിടെ കാള് ഇറക്കി പോയി നോക്കാം. എന്തു പറ്റി? അല്ല, എങ്ങോട്ടാ നമ്മൾ പോണേ? അങ്ങോട്ടൊന്ന് സംസാരിക്കാന്നാ പറഞ്ഞേ. അല്ലാതെ നീ തട്ടിക്കൊണ്ടുപോകാനൊന്നുമല്ല. ഇങ്ങോട്ട് വാ തന്നെ. അതേ മോളെ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, പ്രതീക്ഷ എന്ന അവൻ്റെ പേര്. ഞാനും അവനും തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് രീതിയിലൊരു കമ്പനി നടത്തുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ അവനെ വിളിച്ച് മീറ്റ് ചെയ്തായിരുന്നു. അപ്പം മോളെ കാര്യം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. നമ്മളെ കമ്പനി വിൽക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് നിങ്ങളെ കോളേജിലുള്ളവർ മേടിക്കുന്നുണ്ട്. അത് കൊടുക്കാനാണ് ഞാൻ വരുന്നത്. അപ്പോഴാണ് മോളെ കണ്ടത്. നമുക്കിപ്പോഴും കോളേജിൽ കയറാൻ പറ്റത്തില്ലവരുടെ, എപ്പോഴും കോളേജ് വിടുന്നവരോടെ കാത്തിരിക്കണം. അപ്പം ഞാനെന്താ ചെയ്യണ്ടേ? മോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തരുന്ന പ്രൊഡക്ട്സ് കോളേജിനകത്തുള്ള കസ്റ്റമേഴ്സിന് മോൾ എത്തിക്കണം. മോൾ അങ്ങോട്ട് കൊണ്ട് ചെല്ലേണ്ട കാര്യമില്ല. മോളുടെ നമ്പർ തന്നാൽ മതി, നമ്മൾ ഗ്രൂപ്പ് ചെയ്താൽ വേണ്ടവർ മോളെ വന്ന് കാണും. അപ്പോൾ ആ പൈസ മേടിച്ച് നമ്മളെ കൊണ്ട് തരണം. അപ്പോൾ അതിന് മോൾക്ക് നമ്മൾ കമ്മീഷൻ തരും. അല്ലാതിപ്പോൾ കോളേജ് കഴിഞ്ഞ സമയത്താണെങ്കിൽ വേറെ ജോലി കിട്ടും. കോളേജിൻ്റെ അകത്ത് വെച്ച് ചെയ്യാനാണെങ്കിൽ ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സ് കുറച്ച് കഴിഞ്ഞ് എത്തത്തുള്ളൂ. ഇപ്പോൾ അതിവിടെ കൊണ്ട് എത്തിക്കും. മോൾ കുറച്ചേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. മോളുടെ നമ്പർ എന്ന് പറഞ്ഞേ. റോസാണ്. നിൽക്കേടാ. ഹലോ, എന്താടാ? ആണോ, എത്തിയോ? മോളെ സാധനം വന്നിട്ടുണ്ട്, ഞാൻ മേടിച്ചിട്ട് വരാവേ. ഇത് നാളെ നിങ്ങളുടെ കോളേജിലുള്ള അഭിനന്ദിൻ്റെ കൊണ്ട് കൊടുക്കണം. വൃന്ദേ, നീ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്ന അത് വേറൊരു കാര്യമായിരുന്നു. എന്തുവാടി അതിൻ്റെ അകത്ത്? അതെന്റെ വീട്ടിലേക്കുള്ള സാധനമാണ്. നിനക്കെല്ലാം അറിയണോ? ഹലോ, സക്സസ്. മേഘ വിചാരിച്ചാലാണോ ഇതൊക്കെ നടക്കാത്തത്? ഞാൻ പറഞ്ഞതെല്ലാം അവൾ വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവളുടെ മുമ്പിൽ ഞാൻ ഒരു കൗൺസിലർ മാത്രമാണ്.
നമുക്ക് നമ്മളെ സാധനം വിറ്റഴിച്ചാൽ പോരേ. ഗുഡ് ജോബ്. ഇത് നീ ഇന്ന് ചെയ്തതിനുള്ള കമ്മീഷൻ. അത്രയും പൈസയോ? ഇത്രയും പൈസ മാത്രമല്ല, ഇതിൽ കൂടുതൽ കിട്ടും. ഒരാൾക്ക് കൊടുത്തതിനല്ലേ ഇത്രയും കിട്ടിയത്. ഇനി കുറേ പേർക്ക് കൊടുക്കുമ്പോൾ അതിനുള്ള കിട്ടും. ഇനി കുറച്ച് പേർ കൂടെ കൊടുക്കാണ്ട്. ബാ, കാണിച്ചു തരാം. ചേച്ചി ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുവന്നേ? നീ ഇത് കൊണ്ടൊന്നും പോണ്ട, അവിടെ കൊണ്ട് വെച്ചോണ്ടിരുന്നാ മതി. ആവശ്യക്കാർ നിന്റെ അടുത്തൊന്ന് മേടിക്കുമെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, വൈകിട്ടൊക്കെ ആകുമ്പം എല്ലാം വിറ്റ് തീരും. അപ്പം ഞാൻ വിളിക്കാം. വൈകിട്ടാവുമ്പോ എല്ലാം വിറ്റ് തീർന്നോളൂ. എടി, നിങ്ങൾ വൈകിട്ട് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ? റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്, നീ വരുന്നു? എങ്കിൽ ഇന്നത്തെ ചിലവ് എൻ്റെ വക. ആ, നിന്റെ ചിലവോ? എങ്കിൽ ഞാൻ പോയി അവന്മാരെയൊക്കെ വിളിച്ചിട്ട് വരാം. ഓക്കെ. ഹലോ, പറയിച്ചായ. മേഘയുടെ തട്ടകത്തിൽ പുതിയൊരിര വീണെന്ന് പറഞ്ഞത് ശരിയാ. കോളേജിലുള്ളതാ. ഇതിലെന്താ ചേച്ചി? ഞാൻ പറഞ്ഞ് അവര് നമ്മളെ പണ്ട് തൊട്ടുള്ള കസ്റ്റമേഴ്സ്, അവരിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാ. മോളോണ്ട് കൊടുത്താൽ മതി. ഇപ്പൊ പറഞ്ഞ അഭിനന്ദില്ലേ, അവൻ്റെ ഇത് കൊണ്ട് കൊടുത്താൽ മതി. അവർ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു. ഇതിപ്പോ മോക്ക് എന്തോ പറഞ്ഞു തരാൻ. അതായത് അതിന് എന്തെങ്കിലോട്ടെ, നീ പൈസ ഇട്ടേ പോരെ. ശരി ചേച്ചി. അവക്ക് പൈസയോടുള്ള ആക്രാന്തം തോന്നിച്ചായ. വീട്ടുകാർ കൊടുക്കുന്നത് പോരാതെ പൈസ വേണോന്നുള്ള ആർത്തി. അതുകൊണ്ടല്ലേ അവള് നമ്മളെ തട്ടകെ തന്നെ വന്ന് പെട്ടത്. ഇല്ല ചായ, നമ്മളെ പിടിക്കപ്പെടത്തില്ല. അവളിപ്പോ നമ്മളെ ഏജന്റ് ആയി കഴിഞ്ഞു. ഇനി എന്തു വന്നാലും അവൾ അനുഭവിച്ചോളും. നമ്മൾ കൊടുക്കുന്നതിനും ആരും കാണുന്നില്ല, അവള് കൊടുക്കുന്നേ കാണുന്നുള്ളൂ. ഉണ്ട്, കസ്റ്റമേഴ്സ് കോളേജിൽ ഇപ്പോഴും ഉണ്ട്. ശരി ചായ. അവിടെ നിൽക്കുവാണോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഇതെന്താ എല്ലാവർക്കും ഇങ്ങനെ എന്നും കൊടുക്കുന്നേ? ഇവിടെ പോക്ക് ശരിയല്ല എന്നാ തോന്നുന്നേ. എന്തായാലും ടീച്ചറിന്റെ അടുത്ത് പറയണം. ഇതെന്താ? എനിക്ക് തന്ന പ്രൊഡക്റ്റിന്റെ കാശാ. പിറകെ പോയി ആദ്യമേ കാര്യം എന്താണെന്നറിയാം. ടീച്ചറെ, എനിക്ക് നമ്മുടെ ക്ലാസ്സിൽ വൃന്ദയെ പറ്റിയ ഒരു കാര്യം പറയാനുണ്ട്. അവള് നേർവഴിക്കൊന്നുമല്ല ടീച്ചറെ പോകുന്നേ. തോറ്റു മോളെ. ടീച്ചർ അവളുടെ ജീവിതം ഇല്ലാതാവും. ടീച്ചർ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ടീച്ചർ ചോദിക്കാം മോളെ. കോളേജ് കഴിഞ്ഞില്ലേ, അവള് വീട്ടിൽ പോയി കാണും. മോള് ചെല്ല്, ടീച്ചർ നാളെ ചോദിക്കാം. 2 സ്റ്റുഡൻസ് ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ശരി. എന്താ ടീച്ചറെ വിളിച്ചേ? വൃന്ദ ഇവിടെ എന്തെങ്കിലും സാധനം കൊണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ടോ? വരുമാന മാർഗം വല്ലതുമായിട്ട്? ഉണ്ട്, ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ആണെന്നൊക്കെ മനസ്സിലായി. എന്താ വൃന്ദ വിൽക്കുന്നത്? എനിക്കറിയത്തില്ല. സാധനം എന്തെന്നറിയാതെയാണ് വിൽക്കുന്നത്. ഇവിടെ ഉണ്ടോ സാധനം? എന്നാ അങ്ങോട്ട് പോവാം. ഓ, ഇച്ചിരി തൊണ്ട അതാണ്. ഇത് ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ടീച്ചറെ, ഇത് പൊട്ടിച്ച ആരും വാങ്ങിക്കില്ലെന്ന് പറഞ്ഞു. പൊട്ടിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. പൊട്ടിക്കാതെ എങ്ങനെ ശരിയാവും? തനിക്കും അറിയില്ല ഇതിലെന്താണ്. ഇതിന്റെ പൈസ ഞാൻ തന്നോളാം. ഇത് പിടിച്ചേ.
ഇതെന്താന്ന് വൃന്ദയ്ക്ക് അറിയോ? ഇല്ല. വൃന്ദയ്ക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാം. ഞാനേ പോലീസിനെ വിളിച്ചില്ല. എനിക്കറിയത്തില്ലായിരുന്നടി ഇതെന്തുവാന്ന്. പൈസയ്ക്ക് അപ്പുറത്തോളം ആർത്തിക്ക് ഞാൻ എനിക്കറിയത്തില്ലായിരുന്നടി. എനിക്ക് പേടിയാവുന്നടി. നിന്റെ മറ്റേയുള്ള ചേച്ചി ഉണ്ടല്ലോ, അവരെ കണ്ടപ്പോഴേ എനിക്ക് പന്തികടക്ക തോന്നിയതാ. ആ കുട്ടിക്ക് ഇത് വേറെ ആരോ കൊണ്ട് കൊടുക്കുന്നതാണെന്നാണ് അവളെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞത്. അവൾക്ക് ഇതിനെ പറ്റി അറിയില്ലെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് അവളുടെ നിന്ന് വാങ്ങിയ മറ്റു വിദ്യാർത്ഥികൾ ആരെന്നൊക്കെ ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ സാറേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന കുട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? അവർ പല നമ്പറിൽ നിന്ന് മാം വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. അപ്പൊ സൈബർ സെല്ലിൽ അവർക്ക് പിടികൊടുക്കാതിരിക്കാനുള്ള പരിപാടിയാണ്. അല്ല, ഈ പെൺകുട്ടിയെ കണ്ടറിയാവോ? അറിയാം, ഏതിട്ടത്തണ്ടാലും എനിക്കറിയാം. കറക്റ്റ് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കണം, നമുക്ക് രേഖാചിത്രം വരയ്ക്കാം. ഇതാണോ ഇത് തന്നെ, കറക്റ്റ് ഇത് തന്നെ മാഡം. ഇതാണ് അവരുടെ ഫോട്ടോ. അപ്പോ ഇതാണ് മേഘ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എങ്കിൽ മേഡം ഞാൻ പോട്ടെ. ശരിയടാ, വിളിച്ചപ്പോഴേ വന്നില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഈ കുട്ടിയോ? ഈ കുട്ടി അങ്ങോട്ടുള്ള ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. ഹലോ. ഹലോ. എന്താടാ? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ഇവിടെ എച്ചായൻ്റെ ഗസ്റ്റ് ഹൗസിനകത്തുണ്ട്. എന്താടാ? എന്ത് പറ്റി? നീ എങ്ങനെ അറിഞ്ഞു? പോലീസ് രേഖാചിത്രമായിട്ട് എൻ്റെ അടുത്തോട്ടാണ് വന്നത്. നീ കരുതിയിരുന്നോ? അവർ ഗസ്റ്റ് ഹൗസിന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ശരിയടാ. മരിക്കേണ്ടി വന്നാലും ഒരു നിയമത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. മേഘയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. ഫൈനൽ സ്റ്റേജ് ആയിപ്പോയി. അതുകൊണ്ട് നിക്കോട്ടിൻ്റെയും ആൽക്കഹോളിൻ്റെയും അളവുകൾ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. മേഘയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. ഇവളുടെ വിധി ഇവളായിട്ട് തന്നെ തിരഞ്ഞെടുത്തു. ഇവർക്ക് ഇതിലും വലിയൊരു ശിക്ഷ കിട്ടാനില്ല. അത് സത്യമാണ്. വൃന്ദയുടെ കാര്യം എന്താ ടീച്ചറെ? വൃന്ദയ്ക്ക് ഡ്രഗ്സ് കൊണ്ടുകൊടുക്കുന്ന കുട്ടിയില്ലേ, ആ കുട്ടി ഇന്നലെ മരണപ്പെട്ടു. ബ്ലഡ് ക്യാൻസർ ആയിട്ട് പ്രാഥമിക കാരണം. കൂട്ടുകാരി കുറച്ച് സങ്കടത്തിലാണോ എന്നറിയില്ല. മേഘയുടെ ഫ്രണ്ടിലെ പ്രതീക്ഷ അവ എക്സൈസിന് സ്വന്തമായി തന്നെ കീഴടങ്ങി. വൃന്ദയുടെ 1.5 ലക്ഷം രൂപ പിഴയിലെ മാപ്പുസാക്ഷിക്ക് വിട്ടുപോകുന്നത്. അവർ ഇച്ചായെന്ന് വിളിക്കുന്ന അവരുടെ ബോസ് ഉണ്ടല്ലോ, അയാളെ ഇന്നലെ വിദേശത്ത് നിന്ന് എക്സൈസ് പിടിച്ചായിരുന്നു. വൃന്ദയുടെ കയ്യിൽ ഡ്രഗ്സ് വാങ്ങി ഉപയോഗിച്ച കോളേജിലെ കുട്ടികളെ ലക്ഷ്യ സെന്ററിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ മോള് ചെയ്തത് നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വൃന്ദയ്ക്ക് മേഘയുടെ അവസ്ഥ ഉണ്ടായിരുന്നു. ജീവിതം ഒരു ലഹരിയാണ്. പക്ഷേ ജീവിതം തകർക്കുന്ന ലഹരി ഉപയോഗിക്കാതിരിക്കുക. വരും തലമുറയെങ്കിലും ലഹരിയിൽ നിന്ന് സർവൈവ് ആകട്ടെ.